കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ച് സിഐ തൃശൂർ മണ്ണുത്തി സിഐ ബൈജുവാണ് കസ്റ്റഡി മർദ്ദനങ്ങളെ ന്യായീകരിച്ച് വാട്സാപ്പ് സ്റ്റോറി ഇട്ടത്. മമ്മൂട്ടിയുടെ ആവനാഴി സിനിമയിലെ ഭാഗമാണ് കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിക്കാൻ ഉപയോഗിച്ചത്. കേസ് തെളിയിക്കണമെങ്കിൽ മർദ്ദനം വേണം എന്നാണ് ദൃശ്യങ്ങളിൽ പറയുന്നത്. സനു കെ സജീവ് ചേരുന്നു. സനു, പോലീസിനെതിരെ വ്യാപകമായ പരാതിയാണ് സംസ്ഥാനത്തൊട്ടാകെ ഉയർന്നിരിക്കുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ കസ്റ്റഡി മർദ്ദനങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് തൃശൂർ മണ്ണുത്തി സിഐ ബൈജു രംഗത്തെത്തിയിരിക്കുന്നത്. എന്ത് തരത്തിലുള്ള ഒരു സന്ദേശം നൽകാനാണ് സിഐ ശ്രമിക്കുന്നത്? രോഹിണി, നിലപാട് അല്ലെങ്കിൽ ഇടിക്കുക, അതായത് പരാതി പറയാൻ വരുന്നവനെ അല്ലെങ്കിൽ പരാതി ലഭിക്കുന്നവനെ സ്റ്റേഷനിൽ കിട്ടിയാൽ ഇടിക്കും, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വെച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്നത് ആവർത്തിച്ച് കാണിക്കുകയാണ്. അല്ലെങ്കിൽ അത് ഞങ്ങളുടെ ആ നിലപാട് തുടരും എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മണ്ണുത്തി സി ഐ ആയിട്ടുള്ള ബൈജുവിൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുള്ളത്. ആവനാഴി സിനിമയിലെ ചില രംഗങ്ങളടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള പോസ്റ്റ് അദ്ദേഹം ഇട്ടിട്ടുള്ളത്. അതായത് വലിയ വിമർശനമാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വന്നതിന് തൊട്ട് പിന്നാലെ ഉണ്ടായിരിക്കും. എന്തായാലും ആ പോസ്റ്റ് ഇപ്പോഴും കിടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഈ പോലീസിന്റെ ഈ കസ്റ്റഡി മർദ്ദനത്തിനെതിരെ വലിയ പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന വേളയിലാണ് തങ്ങളുടെ നിലപാടുകൾ തങ്ങളുടെ ചെയ്തികൾ മാറ്റില്ല, പോലീസ് സ്റ്റേഷനിൽ കിട്ടിയാൽ തങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് വീണ്ടും ആവർത്തിച്ച് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വാട്സാപ്പ് സ്റ്റാറ്റസ് അദ്ദേഹം ഇട്ടുകൊണ്ട് ഇതിനെ ലഘൂകരിക്കുന്നത് അല്ലെങ്കിൽ നിലപാടുകൾ ആവർത്തിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് വലിയൊരു പ്രതിഷേധം ഒരു ഭാഗത്ത്, അതായത് തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് വിവിധ കേന്ദ്രങ്ങളിലൊക്കെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. കുന്നംകുളത്ത് നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ പീച്ചിയിൽ സമാന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം സംഭവങ്ങളെല്ലാം ആവർത്തിക്കുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് വലിയ ആക്ഷേപങ്ങളായി പോലീസിനെതിരെയും ഒപ്പം തന്നെ സർക്കാരിനെതിരെയും ഉയർന്നു വരുന്ന വേളയിലാണ് സിഐയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തങ്ങൾ ഈ നിലപാട് തുടരും അല്ലെങ്കിൽ ഈ ചെയ്തികൾ തന്നെ തുടരുമെന്ന് കാട്ടിക്കൊണ്ടുള്ള വാട്സാപ്പ് സ്റ്റാറ്റസുകളൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. അതായത് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം ഈ ഒരു കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ള മർദ്ദനത്തിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് മറുഭാഗം ഇത് തുടരും എന്ന് കാണിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള പോസ്റ്റുകളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വാട്സാപ്പ് മാറി മറ്റ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്നുണ്ട്. വിവാദമാകുമ്പോൾ അത് നീക്കം ചെയ്യുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ യാത്രയിലടക്കം പോലീസിന്റെ മർദ്ദനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. രക്ഷാപ്രവർത്തനമായിട്ട് അതിനെ ലഘൂകരിച്ച മുഖ്യമന്ത്രിയുടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന്, ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാമോ എന്നൊരു ചോദ്യവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത് വലിയൊരു വിവാദമായിട്ടുണ്ട്. സിഐയുടെ നിലപാട് വലിയ ചർച്ചയായിട്ട് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ശരി, സനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.